ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ്. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും അരിയൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 കപ്പ് ജീരകശാല അരി അഥവാ കൈമ റൈസ് ഇട്ട് കൊടുക്കാം. ഈ ഒരു അരിക്ക് പകരം നമുക്ക് ബസ്മതി റൈസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പക്ഷേ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ജീരകശാല അരി തന്നെയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു 3-4 തവണ കഴുകിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 10 മിനിറ്റോളം കുതിരാനായിട്ട് വെക്കാം. അതിനുശേഷം വെള്ളം ഒന്ന് വാർന്നു പോകാനായിട്ട് ഒരു അരിപ്പയിലോട്ട് മാറ്റാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ടൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്നട്ട് മുന്തിരിയൊക്കെ നമുക്ക് എത്രത്തോളം വേണോ അതനുസരിച്ച് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഉണക്കമുന്തിരിയും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കോരി മാറ്റാം. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ടുള്ള വെള്ളം അടുപ്പിലേക്ക് വെക്കാം. ഞാനിവിടെ 4.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സവാള വറുത്തതിൻ്റെ ബാക്കി ഓയിലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 3 ചെറിയ കഷ്ണം പട്ട, 4 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വാർത്തെടുത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇനി തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 4-5 മിനിറ്റ് ഇളക്കി കൊടുത്ത് അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ, കാരണം അരി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അരി ഒട്ടും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് തിളച്ചു തുടങ്ങുമ്പോഴേക്കും മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഏകദേശം 7 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 7 മിനിറ്റ് ആയപ്പോഴേക്കും നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. കറക്റ്റ് 1 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം.
അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.